വൈശാഖൻ ഏത് പ്രായത്തിലാണ് ഇങ്ങോട്ട് ഈ പറയുന്ന ഒരു ചേഞ്ച് ഉണ്ടായത്? പെട്ടെന്നായിരുന്നോ? അല്ല, പെട്ടെന്നല്ല. ഏതൊരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞല്ലോ, എന്നാണ് മീശ വന്നതെന്ന് ചോദിക്കുന്ന പോലെ ഒരു ചോദ്യമാണ്. വ്യക്തമല്ല. എന്നാണ് ദൈവവിശ്വാസം പോയതെന്ന് പോലും വ്യക്തമല്ല. ഭയങ്കര പതിയെയാണ് മാറുന്നത്. പതിയെ പതിയെ പഠിക്കുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയോ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നു. ഇപ്പോഴും പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ട്. പക്ഷെ അത് ഞാൻ പറയാത്തതുകൊണ്ടാണ് എൻ്റെ അവ്യക്തത ആർക്കും മനസ്സിലാവാത്തത്. ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ ശ്രമിക്കൂ, അല്ലാത്ത കാര്യങ്ങൾ ഞാൻ മിണ്ടില്ല. അവ്യക്തത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കരുതുന്നത് ഇതാണ് എൻ്റെ നാച്ചുറൽ കോഴ്സ് എന്നാണ് വിചാരിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ വ്യക്തമല്ലാത്ത പല കാര്യങ്ങൾക്കും വ്യക്തത വരുമായിരിക്കും. ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലുണ്ടായ ട്രാൻസ്ഫർമേഷൻ അല്ല അത്. ചിലപ്പോഴൊക്കെ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഘട്ടമുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയാണ് പിന്നെ ഈ മിലിറ്റന്റ് എത്തീസ്റ്റിനെ പോലെയൊക്കെ എഴുതിയ ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഞാൻ എത്തീസ്റ്റ് ആയത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. അത് പിന്നീട് തിരുത്തി. ഒരു അനക്ഡോട്ടലാണ്. അതായത് എൻ്റെ നാട്ടിലൊരു കുറേ കാലം ശേഷം എൻ്റെ നാട്ടിൻപുറത്തൊരു കല്യാണത്തിന് ഞാൻ പോയപ്പോൾ അവിടെ ആ കല്യാണ വീട് പണ്ട് എന്നെ കുഞ്ഞിലെ നല്ല പരിചയം ഉണ്ടായിരുന്ന ഒരു ചേച്ചിയെ കുറേ കാലം ശേഷം എന്നെ കണ്ടു. അപ്പോൾ എൻ്റെ രൂപമൊക്കെ മാറിയപ്പോൾ ചേച്ചി ഇങ്ങനെ സർപ്രൈസ്ഡ് ആയി നിന്നു. അപ്പോൾ എന്തോ ആ കല്യാണ വീട്ടിൽ എന്തോ ചടങ്ങ് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ചടങ്ങിലൊന്നും വിശ്വാസമുള്ള ആളല്ല എന്ന് ആരോ എങ്ങനെയോ ഒരു വൈബ് ആ ചേച്ചിക്ക് കിട്ടി. നിനക്കിതിലൊന്നും വിശ്വാസം ഇല്ലടാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ല. ഒയ്യോ എന്ന് ഞാൻ ചേച്ചി ഞെട്ടി. എനിക്കെന്തോ ദുരന്തം സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ അൽക്കോയിതിൽ ചേർന്നു എന്ന് പറയാൻ അങ്ങനെ ഒരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തി പറഞ്ഞു, പണ്ടേ ലക്ഷണങ്ങളുണ്ടായിരുന്നു. പണ്ട് ലക്ഷണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം കംപ്ലീറ്റ് നിരീശ്വരവാദിയാണെന്ന്. ആ കമന്റ് ഞാൻ ശ്രദ്ധിച്ചു. അന്നും പുള്ളിക്കാരി നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഞാനത് ഒരാൾ എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചൊരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പണ്ട് ചോദിച്ച സംശയം, നമ്മൾ ഈ ഓം നമഃശിവായ ജയ് ഹനുമാൻ സീരിയലൊക്കെ കാണുന്നു, അതിൽ ഈ നാരദനൊക്കെ ഇങ്ങനെ വന്നിട്ട് അപ്രത്യക്ഷമാകുന്നു. അത് നോർമൽ കാര്യമായിട്ടാണ് അതിൽ കാണിക്കുന്നത്. ഞാൻ അച്ഛനോട് ചോദിച്ചു, നമുക്ക് എന്ന് മുതലാണ് ഈ കഴിവ് നഷ്ടമായത്? പണ്ടൊക്കെ ഇതുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇതില്ല. അപ്പൊ അന്ന് അച്ഛൻ എന്തോ പറഞ്ഞ് അതിനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ഭയങ്കര പക്ക വിശ്വാസിയായിരുന്ന കാലത്ത് സംശയങ്ങളാണ്. പക്ഷെ ഇതൊരു യുക്തിവാദി സംശയമാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇത് വളരെ കാലം എടുത്ത് പതിയെ വന്ന മാറ്റമാണ്. ഈ പ്രഖ്യാപിക്കുന്നതൊക്കെ ഈ പറയുന്ന പ്രഖ്യാപനമൊന്നും അങ്ങനെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞതുപോലുമല്ല. ഇതിനിടയ്ക്ക് എനിക്ക് സ്റ്റേജ് ഓർമ്മയുണ്ട്. അതായത് ഞാൻ ഈ ദൈവവിശ്വാസത്തിൽ മൊത്തത്തിലൊരു സംശയം വന്ന സമയത്ത് ഞാൻ ഈ എത്തീസ്റ്റായിട്ട് ചമഞ്ഞ് വിശ്വാസികളെടുത്ത് പോയി തർക്കിക്കും. ക്ലാരിറ്റി ഞാൻ അവിടുത്തെ ആളായിപ്പോയി. മറ്റേ വിയറ്റ്നാം കോളനി പഠിപ്പിക്കാൻ പോയ മോഹൻലാലിന്റെ അവസ്ഥയായിപ്പോയി. അപ്പുറത്തെ ആളായിട്ട് ചെന്ന, പക്ഷെ അവിടുത്തെ ആളായിപ്പോയി. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. കുടുംബത്തെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. എന്താണ്? വലിയ പ്രസക്തിയൊന്നുമില്ല. ഞാനൊരു തിരുവനന്തപുരം ജില്ലയുടെ ഒരു റൂറൽ ഏരിയയിൽ ജനിച്ചു വളർന്ന ആളാണ്. നാട്ടിൻപുറത്താണ് പഠിച്ചത്. ഭയങ്കര ഞാൻ തിരിച്ചറിഞ്ഞ കുറെ ഭാഗ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഭാഗ്യം എന്നൊക്കെ വിളിക്കുന്നത് ചിലപ്പോൾ ശരി കിടണ്ടാവും. ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. കൂടെ പഠിക്കുന്നവരായിട്ടും പഠിപ്പിക്കുന്നവരും ഒക്കെ ആയിട്ട് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതേസമയം രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുടെ വിക്ടിംസ് ആയിട്ടുള്ള അന്നത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ബാക്കിലേക്ക് ആലോചിക്കുമ്പം അത് എന്നെ പരിചയപ്പെടുന്നതിൽ കുറേ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ പരിചയപ്പെടുന്നു, അവരോട് അടുപ്പം ഉണ്ടായിരുന്നതും. അപ്പം പിന്നെ പതിയെ നഗരത്തിലേക്കൊക്കെ പഠിക്കാൻ വന്നപ്പോഴത്തേക്കും നാട്ടിൻപുറത്ത് നിന്നും ആ നഗരം എങ്ങനെ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് നഗരങ്ങൾ മറ്റൊരു നാട്ടിൻപുറം മാത്രമാകുന്നത്, മറ്റേ നാട്യപ്രധാനമൊന്നും അല്ല എന്നും. നാട്ടിൻപുറത്തിൽ ഹാഫ് സാരി എടുത്തൊരു പെൺകുട്ടിയെ കണ്ട അവൾ കുശുമ്പ് പറയുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അവളെന്തോ ഭയങ്കര നന്മയുള്ള പെണ്ണാണെന്ന് തോന്നുന്നു. ജീൻസ് ഇട്ട കുട്ടിക്ക് എന്തോ കുഴപ്പമുള്ളതാണ്, അതൊക്കെ തെറ്റാണെന്നൊക്കെ പഠിച്ചൊരു കാലം. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാ തരം മനുഷ്യരെയും കണ്ടതിന്റെ ഒരു പാകത വന്നിട്ടുണ്ടെന്നാണ് സ്വയം കരുതുന്നത്. അപ്പം ഇപ്പം നിലവിൽ ആ ഒരു പാകതയും കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഏത് സ്റ്റേജിലാണ് ഈ കോളേജിലൊക്കെ ജോലിയൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ പഠിത്തം അത്തരത്തിലുള്ള രീതിയിൽ ഭയങ്കര കാര്യമായിട്ട് കണ്ടതും? ഞാൻ സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോഴൊക്കെ പഠിപ്പിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് വെച്ചിട്ടാണ് ആൾക്കാർ നമ്മളെ പഠിപ്പിച്ചെന്ന് വിളിക്കുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പഠിപ്പിസ്റ്റ് അല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുള്ള ഒരു തലമ്പ് മറ്റ് പഠിപ്പിസ്റ്റുകൾ കാണിക്കാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് അല്പസ്വല്പം കലയുടെയൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ സ്റ്റേജിൽ കയറുകയും പാട്ട്, മിമിക്രി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൈവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവിധം സിനിമ കാണാൻ താല്പര്യമുള്ള ആളാണ്. സിനിമയിലെ കോമഡികൾ ഇപ്പം തന്നെ ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്നെങ്കിൽ പലതവണ ഞാൻ മൂവി റെഫറൻസസ് ഉപയോഗിച്ചിട്ടുണ്ടാകും. അങ്ങനെ വളരെ ലൈറ്റായിട്ട് പഠനകാലത്തെ കണ്ട ഒരാളാണ്.
പക്ഷെ ഞാൻ പഠിക്കുന്നതിൽ എനിക്കൊരു കാര്യങ്ങൾ അറിയുന്നതിലൊരു രസമുണ്ടായിരുന്നു. അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിലല്ല, ഇതെങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലാക്കാനുള്ളൊരു രസമുണ്ടായിരുന്നു. അത് മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് വർക്ക് ചെയ്തത്. കാര്യങ്ങൾ അത് പിന്നെ ചില വിഷയം ഇപ്പോൾ ഫിസിക്സിലേക്ക് വരുമ്പോൾ ഫിസിക്സിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ രസം കണ്ടുപിടിച്ചുകൊണ്ടാണ് ഞാൻ പതിയെ ഫിസിക്സിലേക്ക് തിരിയുന്നത്. +2 പഠിക്കുമ്പോഴാണ് സംഭവം. +1 കാലഘട്ടത്തിലാണ് നമ്മൾ ശരിക്കും ആ സബ്ജക്റ്റുകളെ അസച്ച് പഠിക്കാൻ തുടങ്ങും. അതൊരു അടിസ്ഥാന ശാസ്ത്രം എന്ന രീതിയിൽ പഠിക്കുന്നത്. അതിൻ്റെ ശരിക്കുള്ള അക്കാഡമിക് പ്രോസസ്സ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്, ഇതൊക്കെ ഒരു +1 ലെവലിലാണ് ഏത് സബ്ജക്റ്റ് ആയാലും. ഫിസിക്സ് എന്ന് പറഞ്ഞ വിഷയത്തിലൂടെ മനസ്സിലാക്കുന്നതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നപ്പോഴാണ് ഞാൻ അതിലേക്ക് തിരിച്ചു പോകുന്നത്, ആ വഴിക്ക് തിരിയുന്നത്. ആ തിരിഞ്ഞ കൂട്ടത്തിൽ ഞാൻ കുറേ ചീത്തവിളിയും കേട്ടിട്ടുണ്ട്. അന്ന് ഈ സ്വാശ്രയ കോളേജുകളും എഞ്ചിനീയറിംഗ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെയൊക്കെ ആ ബൂം വരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ +1 +2 പഠിക്കുന്നത്. അന്ന് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാത്തതിന് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് വരെ വ്യാഖ്യാനിച്ച ടീച്ചേഴ്സ് ഉണ്ട്. അത്രയും പേരുടെ വ്യാഖ്യാനം കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് പശ്ചാത്തപിക്കുന്നൊന്നുമില്ല, നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ അക്കാഡമി അതിലേക്ക് തിരിയുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ ഞാൻ വരുന്ന സമയത്ത് അഡ്മിഷൻ എടുക്കുന്ന വർഷം ഞാൻ രജനി എസ് ആനന്ദിൻ്റെ ആത്മഹത്യ നടക്കുന്ന വർഷമാണ്. അപ്പം കോളേജിൽ നമ്മൾ ഗ്രനേഡ്, ടിയർ ഗ്യാസ് ഇതൊക്കെയാണ് നമ്മളെ വരവേൽക്കുന്നത്. മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ഈ ലോകത്ത് എന്തൊക്കെയാണ് നടന്നത്, പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കോളേജിലെ അക്കാഡമിക് അറ്റ്മോസ്ഫിയർ പഠിപ്പിക്കില്ല എന്നൊക്കെയാണ് ആളുകൾ പൊതുവെ പറയുക. പക്ഷെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് പഠിക്കാനേ പറ്റുള്ളൂ. പഠിക്കാനുള്ള അവസരങ്ങളും ചുറ്റുപാടുകളും മനുഷ്യരെങ്ങനെ സയൻറ്റിസ്റ്റുമാരെയൊക്കെ ലൈഫായിട്ട് നേരിട്ട് ലൈഫ് ഉള്ള സയൻറ്റിസ്റ്റുമാരെ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ താണു പത്മനാഭൻ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അന്നാണ് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നു അപ്പോഴാണ് ഇത്ര വലിയ പുലിയാണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത്. കാരണം അദ്ദേഹം പഠിച്ച ക്ലാസ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ ചിലപ്പം യൂണിവേഴ്സിറ്റി കോളേജിൽ കുട്ടികളുടെ സംസാരിക്കുക. അപ്പം ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് നമ്മൾ എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ആ മനുഷ്യനെ അന്ന് കണ്ടിരുന്നത്. കാരണം പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നുകയില്ല വലിയൊരു ബുക്ക് ഷോട്ടാണ് വരുന്നത് തോന്നുന്നില്ല. അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അതൊക്കെ എന്നെ സബ്ജക്റ്റ് തന്നെ പിടിച്ചു നിർത്തി. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും നാടകം അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ തല വെച്ചിട്ടുണ്ട്. പക്ഷെ ഫിസിക്സിനോടുള്ള ആ ഒരു ഇഷ്ടം അവിടെ നിന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോഴും അത് എങ്ങനെയോ അതിൽ തന്നെ PhD ചെയ്തു. അപ്പോഴും ടീച്ചിങ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ തന്നെ അങ്ങ് പ്രൊഫഷനാക്കി. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. പക്ഷെ മലയാളത്തിൽ സയൻസ് പറയുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. പല വാക്കുകളെയും നമ്മൾ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഭയങ്കര ജോലിയാണ്. പക്ഷെ ലളിതമായി സയൻസ് പറയുന്നതിന് കുറച്ചൊരു തയ്യാറെടുപ്പ് ഉണ്ടാവുമായിരിക്കും. വൈശാഖൻ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ ലളിതമായി സയൻസ് പറയുമ്പോൾ, വൈശാഖൻ പറയുമ്പോൾ ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതിന് ഒരു പ്രാക്ടീസ് എത്രത്തോളം ഉണ്ട്? ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന പല സ്ഥലങ്ങളിലും ഇത് പറയാറുണ്ട്, ലളിതമായി സയൻസ്. ഞാൻ അങ്ങനെ ചെയ്യുന്നേ ഇല്ല. ഞാനിപ്പോൾ എനിക്ക് കട്ടൻ ചായ ഇടാൻ അറിയാമെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് കട്ടൻ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എനിക്കത് അറിയാം, ഞാനത് പറയുന്നു. അത് ലളിതമാക്കി പറയാം എന്നൊരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമവും എനിക്കില്ല. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയും. അത് എൻ്റെ നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ്റെ രീതിയിലാണ് ഞാനീ പറയാം. ഞാനീ പറഞ്ഞത് ഞാൻ കണ്ട സിനിമയുടെ കഥ പറയുന്ന പോലെ തന്നെയാണ്. അതുപോലെ തന്നെ. പക്ഷെ അത് ആ ക്ലാരിറ്റി എനിക്ക് ഉണ്ടെങ്കിലേ ഞാൻ പറയും. ഞാൻ മനസ്സിലാക്കുന്ന ക്ലാരിറ്റിയാണ് ആ ഇത് കൊണ്ടുവരുന്നതെന്നാണ്. ഞാൻ കേട്ട ഫാക്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളല്ല. എനിക്ക് ഒന്നും പറ്റില്ല, ഓർമ്മയില്ല, ഓർമ്മ നിൽക്കില്ല. എനിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് ലോകത്തെക്കുറിച്ച്. അത് ഞാൻ പുതുതായിട്ട് മനസ്സിലാക്കുന്ന ഓരോ കാര്യവും ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മാറും. അങ്ങനെ ഒരു കഴിഞ്ഞൊരു 20 കൊല്ലമെങ്കിലും ഉള്ള ഒരു അക്യുമുലേഷൻ ഉണ്ട് എനിക്ക്. ഞാനിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് ലോകത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ അവ്യക്തമുള്ള ഏരിയകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പബ്ലിക്കിൽ അങ്ങനെ സംസാരിക്കില്ല. എനിക്ക് അവ്യക്തമുള്ളതുകൊണ്ട് തന്നെ പറയാം. പക്ഷെ ഞാനത് എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ ഞാനത് ശ്രമിക്കും. കൂടുതൽ ക്ലാരിറ്റി വരുന്നത് അത് പുതിയ പുതിയ സങ്കേതങ്ങൾ വരുമ്പോൾ അതിൻ്റെ സഹായത്തോടെ. ബുക്കിൽ കിട്ടാത്തത് ഇൻ്റർനെറ്റിൽ കിട്ടുന്നു, ഇപ്പോൾ ChatGPT കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യൂ. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൊരു രസം തോന്നുന്നുണ്ട്, അപ്പം ഞാനത് ചെയ്യും. മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നതിലും എനിക്ക് രസമുണ്ട്, അപ്പം ഞാനത് ചെയ്യും. ലളിതമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പോ പറയാൻ തയ്യാറെടുക്കും. അത് ലളിതമാക്കി പറയാനായിട്ടൊരു തയ്യാറെടുപ്പില്ല. എനിക്ക് ഇങ്ങനെ പറയാൻ അറിയുള്ളൂ. അപ്പം ഞാൻ നാച്ചുറലി മറ്റു ഏതൊരു കാര്യവും അറിയാവുന്ന കാര്യം പറയുന്നത് പോലെ ഒരു അടുത്ത ജംഗ്ഷനിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ. പിന്നെ ലളിതമാക്കാനല്ലെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നാടകത്തിലും ഒക്കെ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുള്ളതുകൊണ്ട്
ഈ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വരുന്ന സ്ട്രെസ്സ്, അതൊക്കെ എങ്ങനെയാണ് അർത്ഥം മാറ്റുന്നത്, ഇതൊക്കെ ഞാൻ കുറച്ച് പ്രത്യേകിച്ച് ഈ മറ്റേ സ്റ്റാനിസ്ലാവ്സ്കി ആക്ടിങ്ങിനെ കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് പുച്ഛമാകുന്നത്. പക്ഷെ ഞാൻ അതൊക്കെ ആസ്വദിക്കുന്നതാണ്. ഒരാളിങ്ങനെ ഈ ഒരു ഇരുത്തം വന്നൊരു നടൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ, അദ്ദേഹം ഈ അഭിനയത്തിൻ്റെ വെല്ലുവിളികളെ കുറിച്ചോ ഒരു പ്രത്യേക ആശയം എങ്ങനെ ഒരാളെ ചവിട്ടുന്നു, അയാൾ വീഴുന്നത് കാണിക്കുന്നില്ല, പക്ഷെ അയാൾ വീഴുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നു, അതെങ്ങനെയാണ് നമുക്ക് സിനിമയിൽ ശരിക്കും വണ്ടറാണ് നടക്കുന്നത്, നമ്മൾ കാണുന്നില്ലല്ലോ നമുക്ക്. പക്ഷെ അത് നമ്മളങ്ങ് കാണണം, അയാൾ ഫീൽ ചെയ്തു. മമ്മൂട്ടി കവിയൂർ പൊന്നമ്മയടുത്ത് എന്തെങ്കിലും സംസാരിച്ച് കരയുമ്പോൾ മമ്മൂട്ടിയും കവിയൂർ പൊന്നമ്മയാണ് എന്നുള്ളത് നമ്മൾ മറന്നിട്ട് ഒരു അമ്മയും മകനുമാണ്, നമുക്കറിയാമല്ല. അല്ല, അത് അറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ കൗതുകം ലേശം കൂടുതലായിരുന്നു, ഇങ്ങനത്തെ കൗതുകങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ബോധവടാണ്. നമ്മൾ പറയുന്ന ആള് നമുക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേപ്പബിൾ ആണോ? കേപ്പബിൾ ഇൻ ദ സെൻസ് അയാളുടെ കഴിവല്ല, അയാൾക്ക് ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം അറിയാം, അത് അറിഞ്ഞിട്ടേ സംസാരിക്കാവോ. അയാൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് അസ്യൂം ചെയ്തിട്ട് സംസാരിക്കുക. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അയാൾക്കും അറിയാവുന്ന അസ്യൂം ചെയ്തിട്ട് സംസാരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം വരുന്നത്. ഞാൻ അത് അങ്ങനെയുള്ള ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടല്ല, ജനറലി ആ കൺസേൺ എനിക്കുണ്ട് സംസാരിക്കും. അത് ഇഫ് യു ഡോണ്ട് കമ്മ്യൂണിക്കേറ്റ്, ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്ന അപ്പുറത്തെ ആളിന് കിട്ടുമ്പോഴാണ്, പറഞ്ഞു കഴിയുമ്പോഴല്ല. ടീച്ചർ ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ട് പോയാൽ പഠിപ്പിക്കാതാവില്ല, കുട്ടി പഠിക്കുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്. പാചകം ചെയ്ത് വിളമ്പുമ്പോഴല്ല പണി കഴിയുന്നത്, കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ. പക്ഷേ പൊതുവെ നമ്മുടെ ഒരു കൾച്ചറൽ പ്രാക്ടീസിൽ അതില്ല. നമ്മൾ ഈ വിളമ്പുന്നിടത്ത് പാചകം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ ഒരു രീതി. ഞാൻ അതിൽ നിന്ന് ഇച്ചിരി മാറിയാണ് നിൽക്കുന്നത്. ഞാൻ ആളിന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അതാണ് എൻ്റെ ഒരു നിലപാട്. അങ്ങനെ തന്നെ തുടരുക. വൈശാഖൻ ഇനിയും ശാസ്ത്ര പ്രചാരകനായിട്ട് ഞങ്ങളെയൊക്കെ ശാസ്ത്രബോധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നന്ദിയുണ്ട് വൈശാഖ, സംസാരിക്കാൻ കഴിഞ്ഞാൽ. ഇനിയും തുടരും കേട്ടോ. സന്തോഷം. താങ്ക് യു.